ഇതൊരു റാൻഡം വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഈവനിങ്ങിന് ഈ ഒരു ഹിൽ പോയിന്റിൽ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആൻഡ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ചിൽ ഈവനിങ് ഔട്ട് എന്നുള്ള രീതിക്ക് കസിൻസിൻ്റെ ഒപ്പരാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് നടക്കാനായിട്ടുള്ളൊരു ദൂരേ ഉള്ളൂ. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയപ്പം ഇങ്ങനെ നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാനായിട്ടുണ്ട്. ക്യാമറയിൽ കാണാനായിട്ട് അത്ര ഭംഗി തോന്നുന്നില്ലെങ്കിലും നേരിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് കാണുന്ന ആ ഒരു മലയില്ലേ, അതിൻ്റെ ഏകദേശം താഴ്വാരത്തേക്കായിട്ടാണ് കേട്ടോ എൻ്റെ വീടുള്ളത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എൻ്റെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മല കാണാനുണ്ടാവും. അതായത് എൻ്റെ ബെഡ്റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ജനലിലൂടെ അത് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു മലയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ വലിയൊരു കോറിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. Being in your 20s and an elder sister in a middle class family can bring an immense level of burden and responsibility. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കാനും നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും ആയിട്ടുള്ളൊരു ടൈം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇതുപോലൊരു ജേർണൽ എടുത്തിട്ട് അതിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിനൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ജേർണൽ എൻ്റെ ഈ ഒരു ജേർണിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ലൈഫിലൊക്കെ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്ന സമയത്ത് ഒരു കോപ്പിംഗ് മെക്കാനിസം പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അതെൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഒരു കാടിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് വന്നപ്പം ഇവിടെ ഇഷ്ടംപോലെ മഞ്ചാടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പെറുക്കിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം ലേറ്റായി. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഈ ഒരു സ്ഥലത്തിനോട് ബൈ ബൈ പറയാനുള്ള ടൈമായിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാമല്ലോ ഈ ഒരു പ്ലേസിൽ.